ഇന്ത്യ ഇസ്രായേൽ ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ്. പ്രതിരോധ മേഖലയിൽ പോലും ഇനി ഭാരതത്തിന്റെ കരുത്ത് തെളിയിക്കാൻ ഇനി ഇസ്രായേലിനൊപ്പം തന്നെ ഉണ്ടാകുമെന്നതിന്റെ തെളിവാണിപ്പോൾ സമീപ വാർത്തകളിൽ പുറത്തു വന്നിരിക്കുന്നത്. മോദിയുടെ സന്ദർശനത്തോടു കൂടി തന്നെ ഇരു രാജ്യങ്ങൾക്കിടയിലും പ്രതിരോധ മേഖലയിലെ ശക്തമായ പ്രകടനം കൂടുതൽ വർദ്ധിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം തന്നെ അതീവ നിർണായകമാണ് ഈ കരാർ. നിലവിൽ വ്യോമസേനയുടെ പക്കലുള്ള 6 റഷ്യൻ നിർമ്മിത IL-78 ടാങ്കർ വിമാനങ്ങളും അത് വലിയ രീതിയിൽ കാലപ്പഴക്കം ചെന്നുകൊണ്ട് ഇരിക്കുന്നവയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി തന്നെ പുതിയ ടാങ്കർ വിമാനങ്ങൾക്കായി ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്നതോടുകൂടിയുള്ള ദീർഘദൂര ആക്രമണങ്ങൾ നടത്താനുള്ള വ്യോമസേനയുടെ ശേഷി ഇപ്പോൾ കൂടുതൽ വർദ്ധിപ്പിക്കുവാനും നിലവിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങൾ വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് ഇന്ത്യ ഈ കുറവ് നികത്തിയിരുന്നത്. എന്നാൽ ഇനി ഇസ്രയേലുമായി ചേർന്നുകൊണ്ടുള്ള കരാറിൽ തന്നെ ഇത് നികത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 2026 കൂടി തന്നെ ഈ കരാർ ഔദ്യോഗികമായി തന്നെ ഒപ്പുവയ്ക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ ഇസ്രായേൽ സന്ദർശനത്തിന് തുടക്കമായതോടുകൂടിയാണ് ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിൽ പോലും വൻ കുതിച്ചുചാട്ടം ഇപ്പോൾ നടത്താനുള്ള വഴികൾ ഒരുങ്ങുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാക്കുന്നതിനായി തന്നെയാണ് 6 മിഡ് എയർ റീഫ്ലൂയിങ്, അതായത് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കുന്ന രീതിയിലുള്ള വിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു കരാറിൽ ഇന്ത്യയും ഇസ്രായേലും ഉടൻ തന്നെ ഒപ്പുവെച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 8,000 കോടി രൂപയുടെ ബൃഹത്തായ ഒരു കരാറാണ് ഇവിടെ ഒപ്പുവയ്ക്കാൻ ഒരുങ്ങുന്നത്. അതേസമയം ഇപ്പോൾ ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള തന്നെ പ്രതിരോധ കമ്പനിയും ഭാരതത്തിന്റെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ചേർന്നുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 6 ബോയിങ് 767 പാസഞ്ചർ വിമാനങ്ങളെ അത്യാധുനിക സൈനിക ടാങ്കർ വിമാനങ്ങളാക്കി മാറ്റുന്നതിന് ഈ വിപ്ലവകരമായ പദ്ധതിക്ക് തുടക്കം കുറിക്കും. അതേസമയം 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ഇസ്രായേലിലേക്ക് തിരിച്ചത്. സന്ദർശന വേളയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി തന്നെ അദ്ദേഹം സുപ്രധാന ചർച്ചകൾ നടത്തും. ഇസ്രായേൽ പാർലമെന്റായ കനെസെറ്റ് അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ബഹുമതി പോലും അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ്. അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, കൃഷി, ജല മാനേജ്മെന്റ്, സുരക്ഷ തുടങ്ങി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് പുറപ്പെടുന്നതിന് മുൻപേ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തൻ്റെ പ്രിയ സുഹൃത്തായ നെതന്യാഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നു എന്നതും ഇന്ത്യ ഇസ്രായേൽ തന്ത്രപ്രധാന പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്നും അദ്ദേഹം ആ ഒരു പ്രസ്താവനയിലൂടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.